തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോളറ സ്ഥിരീകരിച്ച ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസികളായ 4 പേരുടെ പരിശോധനാ ഫലം ഇന്നറിയാം. അരാനിമുട്ടത്ത് ഐസൊലേഷൻ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 10 വയസ്സുകാരൻ കോളറ സ്ഥിരീകരിച്ചത്. കോളറ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതീവ ജാഗ്രതയിലാണ് തലസ്ഥാനം. കാരണം കോളറ എങ്ങനെ പടർന്നു പിടിക്കുന്നു എന്നതാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നത്. വി വിനോദ് നമുക്കൊപ്പമുണ്ട്. വിനോദ്, എന്താണ് ഈ പരിശോധനാ ഫലം സംബന്ധിച്ച എപ്പോഴത്തേക്കൊരു വ്യക്തത ഉണ്ടാകും? ആരോഗ്യവകുപ്പിന്റെ ഇതുവരെയുള്ള നടപടികൾ അവിടെ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? വിനോദ്. സൈത്ത്, ഇതുവരെയും ഈ കോളറയുടെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 11 പേരാണ്. കഴിഞ്ഞ ദിവസം 4 പേരെ കൂടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 11 വയസ്സുകാരനെ ഇതിനകം തന്നെ കോളറ സ്ഥിരീകരിച്ചു. വിതുര സ്വദേശിയാണ് ആദ്യം കോളറ ബാധിച്ച് മരിച്ചത്. ഭക്ഷ്യവിഷബാധയാണോ എന്ന ഒരു സംശയമുണ്ടായിരുന്നു. ഇവർ നെയ്യാറ്റിൻകരയിലെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള കേന്ദ്രത്തിലായിരുന്നു ഈ മരണപ്പെട്ട ആൾ ഉൾപ്പെടെ താമസിച്ചിരുന്നത്. അവിടേക്ക് കൊണ്ടുവന്ന ഭക്ഷണത്തിലൂടെയാണ്, ഈ ഭക്ഷ്യവസ്തുക്കളിലൂടെയാണ്, കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പരിശോധിച്ചിരുന്നു. പക്ഷേ അവിടെയും ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത് കോളറ ബാധിച്ചാൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. പക്ഷേ ഈ 10 ദിവസം മുൻപാണ് ഭക്ഷ്യവസ്തുക്കൾ അവിടേക്ക് കൊണ്ടുവന്നത്, പുറത്തു നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ അവിടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ ആ ഭക്ഷണ വസ്തുക്കളിൽ നിന്നല്ല ഈ രോഗബാധ ഉണ്ടായിരുന്നു എന്ന ഒരു നിഗമനമുണ്ട്. അങ്ങനെയെങ്കിൽ എവിടെ നിന്ന് ഈ രോഗം അവിടെ പടർന്നു എന്നത് തന്നെയാണ് പ്രധാനമായും കുഴയ്ക്കുന്ന ചോദ്യമായി അവശേഷിക്കുന്നത്. ഇപ്പോഴും ആരോഗ്യവകുപ്പിൻ്റെ പരിശോധന തുടരുകയാണ്. മരിച്ച അനുവിൻ്റെ വീട്ടിൽ നിന്നുള്ള സാമ്പിളുകളും ശേഖരിച്ചു. ചികിത്സയിലുള്ളവരുടെ ശ്രവം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ആരോഗ്യ സംഘം നെയ്യാറ്റിൻകരയിലും പരിസര പ്രദേശങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്, പരിശോധന നടത്തുന്നുണ്ട്. ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ വീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. സൈത്ത്, അതാണ് സാഹചര്യം. വിനോദ്, എങ്ങനെ ഈ രോഗം പടർന്നു? കാരണം ഈ ഹോസ്റ്റലിലെ തന്നെ ഒരു വിഭാഗം കുട്ടികൾക്ക് മാത്രമേ അസുഖം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വെള്ളമാണോ ഇതിന് കാരണമാക്കിയത്? മറ്റ് മലിനീകരണ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ? അത്തരം പരിശോധനകളിലേക്ക് ആരോഗ്യവകുപ്പ് അവിടെ കടന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നീക്കം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? വിനോദ്, ഈ ഹോസ്റ്റൽ കഴിഞ്ഞ ദിവസം തന്നെ പൂട്ടിയിരുന്നു. പൂർണ്ണമായും ഹോസ്റ്റലിന്റെ പ്രവർത്തനം തടഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മാറ്റി, ലക്ഷണങ്ങളുള്ളവരെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് പോയിരുന്നു. ശ്രവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകണം. ഒരാൾക്ക് കൂടിയാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 11 വയസ്സുകാരനാണ്. SIT ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. നേരത്തെ ഈ അന്തേവാസികൾ താമസിക്കുന്ന കേന്ദ്രത്തിലെ ഉണ്ടായിരുന്ന ആളാണ്. വിതുര സ്വദേശിയാണ് മരിച്ചത്. അതിനുശേഷം വിശദമായ പരിശോധന കൃത്യമായി ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ഇതിൻ്റെ ഉറവിടം? മരിച്ച ആളുടെ വീട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതായത് ഈ ഹോസ്റ്റലിൽ നിന്നല്ലാതെ മറ്റെവിടെയെങ്കിലും നിന്നാണോ ഈ രോഗം എത്തിയത്? ഈ മരണപ്പെട്ട ആളിൽ നിന്നാണോ ഇത്തരത്തിൽ ഈ അന്തേവാസികൾ താമസിക്കുന്ന സ്ഥലത്ത് കോളറ ബാധിച്ചത്? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അപ്പോഴും ഈ കുഴയ്ക്കുന്ന പ്രശ്നം ഇതാണ്. യഥാർത്ഥ ഉറവിടം കാണാനായിട്ടില്ല. മാത്രവുമല്ല, പനി ബാധിച്ച് എത്തുന്ന ആളുകളുടെ എണ്ണം വലിയ തോതിൽ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കോളറയുടെ ലക്ഷണങ്ങളുള്ള കൂടുതൽ ആളുകൾ, ഇന്നലെ 11 പേരാണ് ഈ ലക്ഷണത്തോടു കൂടി, കഴിഞ്ഞ ദിവസം 4 പേരാണ്, ആകെ ചികിത്സയിലുള്ളത് 11 പേരാണ്. അങ്ങനെ കൂടുതൽ ആളുകൾ കോളറ ലക്ഷണവുമായി ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൊണ്ട് ഒരു വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യമായി തന്നെ ആരോഗ്യവകുപ്പിനെ കണക്കാക്കുകയും ആരോഗ്യവകുപ്പിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ശ്രവങ്ങൾ കൂടുതലായി പരിശോധനയ്ക്ക് അയച്ചത്, അതിൻ്റെ ഫലം വരേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ലക്ഷണങ്ങളുള്ളവർക്ക് രോഗമുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടാവൂ. സജിത്ത്, ഇന്നെന്തായാലും ഇത് പരിശോധനാ ഫലം നിർണായകമാണ്. പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരുന്നതോടുകൂടി തന്നെ ഈ രോഗത്തിൻ്റെ പകർച്ച, അതിൻ്റെ ആശങ്ക എത്രത്തോളം വലുതാണ് എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. കാരണം അങ്ങേയറ്റം ആശങ്കയാണ് ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നത്. വിനോദ്, ഈ ആരോഗ്യമന്ത്രിയോ മറ്റോ ഈ സ്ഥലം സന്ദർശിക്കാനോ അത്തരം എന്തെങ്കിലും പദ്ധതിയുണ്ടോ? കാരണം കോളറ എന്ന അസുഖം അത് നമ്മൾ പൂർണ്ണമായും മാറ്റിയ ഒരു അസുഖമാണ്. അത്തരം പ്രതിസന്ധികൾ തീരദേശങ്ങളിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിരുന്ന അസുഖമാണ്. പക്ഷേ അത് പിൻകാലത്ത് നമുക്ക് പൂർണ്ണമായി ഒഴുകുകയും നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടന്നിരുന്നു എന്നതാണ്. ഈ കോളറ വീണ്ടും ബാധിക്കപ്പെടുന്നു അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തെ ജലസ്രോതസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മലിനീകരണ പ്രശ്നങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള പരിശോധനകളും ആശങ്കകളും നിരവധി ഉയർത്തുന്നുണ്ട്. ഇക്കാര്യങ്ങളിലേക്ക് കൂടി
കാര്യങ്ങൾ നീളുന്നുണ്ടോ? അതിനെ ആ ഗൗരവത്തോടെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നടപടി നീങ്ങുന്നത് വിനോദ്? തീർച്ചയായും സൈറ്റ് തദ്ദേശ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. വിമർശനങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പലയിടങ്ങളിലായി വീഴ്ച സംഭവിച്ചു എന്നത് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്, അത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ തുടങ്ങിയ മുന്നറിയിപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം പ്രാഥമികമായി തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ നൽകുന്നതാണ്. സൈറ്റ് പറഞ്ഞതുപോലെ ഒരിടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ഈ രോഗം എത്തുമ്പോൾ ആശങ്കയിൽ തന്നെയാണ് ജനങ്ങൾ. ഒരു മരണം സംഭവിച്ചിരിക്കുന്നു.